സീരിയലിന്റെ അണിയറ പ്രവർത്തകരുമായി നല്ല ഒരു ചർച്ചയിലായിരുന്നു. ഇന്ന് ആ ചർച്ചയുടെ ബാക്കി ഭാഗം കാണാം. അവിഹിത ബന്ധങ്ങളെ കുറിച്ച് പറയാത്ത സീരിയലുകൾ വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാണുമ്പോൾ ഒരു പിരിമുറുക്കം വേണം, ഒരു കുറച്ചൊരു ഇത് വേണം, എല്ലാം ചേരുംപടി ചേർക്കണം എന്നുള്ള രീതിയിൽ ഒരു അവിഹിതവും സൈഡിൽ കൂടെ എന്തായാലും ഉണ്ടാവും. അപ്പൊ സാറ് പറയുന്നുണ്ടായി ഇതിനകത്ത് അവിഹിതമില്ല. അപ്പൊ കണ്ണീരുണ്ടോ, പ്രണയമുണ്ടോ, എന്തൊക്കെയാണ് ഈ സീരിയലിൽ സാറ് ചേർത്തിരിക്കുന്ന മേൻകൂടി? നേരത്തെ പറഞ്ഞില്ലേ, പ്രധാനമായും സ്നേഹമാണ്. ആ സ്നേഹത്തിലൂടെ ഉണ്ടാകുന്ന വിഷമങ്ങളിലൂടെ ഉണ്ടാകുന്ന സങ്കടം ഉണ്ടാകും, അത് കണ്ണുനീരായിട്ട് വരാം. പക്ഷെ ഈ പീഡനങ്ങളിലൂടെ കണ്ണുനീരിന് വേണ്ടി കണ്ണുനീര് ഇതിനകത്ത് കുത്തി നിറച്ചിട്ടില്ല. നമുക്കെല്ലാം സങ്കടം വരുമ്പോൾ നമ്മുടെ കണ്ണ് നിറയാത്ത ആരുമില്ല. അപ്പൊ അങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോ നിയന്ത്രിക്കാൻ വരാത്ത ആ സാഹചര്യത്തിൽ ഗണേശേട്ടൻ കരയണം. അങ്ങനെ അത് ആവശ്യത്തിന് മാത്രം, അല്ലാതെ ഷിജു കരയുന്നുണ്ട്. സിറ്റുവേഷൻസ് മെയിനായിട്ട് അതാ പറഞ്ഞത്. നേരത്തെ തിരക്കഥ എഴുതിയ നടക്കാന് എല്ലാവരുടെ ജീവിതത്തിലും നല്ല കാലങ്ങളും കഷ്ടങ്ങളും വരുന്നുണ്ട്. സാധാരണ സീരിയലിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഷ്ടങ്ങൾ മാത്രം കുത്തി നിറച്ച് ബാക്കിയുള്ളവരുടെ കഷ്ടം അതിനകത്ത് ചേർത്ത് വളരെയധികം ഒരു ക്രൂരമായിട്ടാണ്. ഇത് അതില്ല, ഓരോ ക്യാരക്ടറും ആ സിറ്റുവേഷനിൽ മാത്രം വിഷമങ്ങൾ വരുമ്പോൾ അത് അങ്ങനെ അത് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, പല സജി പറഞ്ഞതുപോലെ ഈ ആക്ടിങ്ങിൽ തന്നെ ഈ സീനിന്റെ ഒരു ഡെപ്ത് കൊണ്ടും ആ സിറ്റുവേഷന്റെ ഒരു ഇതും അതിന് മുൻപ് ശരി പറയണ്ടായി. ഒരു എപ്പിസോഡിന്റെ നീളം കൂട്ടാനോ സീരിയലിന്റെ നീളം കൂട്ടാനോ വേണ്ടി ഒരു ഡയലോഗ് പോലും PF അധികമായിട്ട് എഴുതിയിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞു വരുന്ന ഡയലോഗ് ഇങ്ങനെ ഓർഡറിൽ അങ്ങോട്ട് ഷൂട്ട് ചെയ്തിരിക്കുമ്പോഴേക്കും ചില സമയത്ത് ശരിക്കറിയാം, അനിൽ പറയും, ഞങ്ങള് സുഗതൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയില്ല, സജിയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് അദ്ദേഹം. സജിയുടെ ആദ്യ കാലം മുതൽ എല്ലാ സീരിയലിലും അദ്ദേഹത്തോടൊപ്പം ഒരു അസോസിയേറ്റ് ഡയറക്ടർ, ഒരു സ്വന്തം സഹോദരനെ പോലെ ജ്യേഷ്ഠനെ പോലെ നിന്ന് സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾക്കെല്ലാം ഭയങ്കര വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഡയലോഗ് പറഞ്ഞത് മാത്രമല്ല, ചാർട്ടിങ്ങിന് അത് സജിയുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും, അതുപോലെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് ഉണ്ട്, അവരെല്ലാവരും ഒരു ടീം വർക്കുണ്ട്. അത് ഭയങ്കരമാണ്. കാരണം വെച്ചാൽ ഒരു സുഹൃത്തിനൊക്കെ ഒരു കാര്യം സംസാരിച്ച് നമുക്കൊരു ടെൻഷൻ ഇല്ല, കാര്യം എങ്ങനെയാണ് ഷൂട്ടിങ് ഇതിനൊക്കെ എടുക്കും. നമ്മൾ ആവശ്യമില്ലാത്ത സീനുകൾ എടുത്തു കൂടിയിരുന്നില്ല, ഡയലോഗുകൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴല്ലേ ആ ഓർഡർ ഒരു വെങ്ങല് നമ്മൾ അറിയാതെ നമ്മുടെ ഇമോഷൻസ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വന്നിട്ട് ഒരു ആക്ടർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ ഒരു സന്തോഷം ഈ സിനിമയിലെ ഈ സീരിയലിലെ 2-3 പ്രധാനപ്പെട്ട ചില സീനുകൾ ഉണ്ടായിരുന്നു. അത് ക്യാമറമാനൊക്കെ അറിയാൻ പറ്റും. കാരണം സജി പറഞ്ഞാൽ ഡിസേർവില്ലാതെ തന്നെ വല്ലാതെ വിങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ചില രംഗങ്ങൾ എത്തി. അത്ര മനോഹരമായ മുഹൂർത്തങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലും വെറുതെ ജനങ്ങൾക്കറിയാം, ഞാൻ ഒരു കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും തെറ്റായിട്ട് പറയത്തില്ല, കള്ളം പറയുന്നത്. ഇത് കണ്ടു നോക്കുന്നത് ചില സീനുകൾ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ ഒളിക്കുന്ന ചില സീനുകളുണ്ട്. ഡയറക്ടറുടെ കാഴ്ചപ്പാടനുസരിച്ച് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ് നമുക്ക് താഴെയുള്ള അസിസ്റ്റൻസ് അസോസിയേറ്റിൻ്റെ ഡ്യൂട്ടി. പിന്നെ വളരെ സമാനമായി ചിന്തിക്കുന്ന, വളരെ മൂല്യബോധമുള്ള ഒരു സൃഷ്ടിക്ക് വേണ്ടി ഉള്ള കാഴ്ചപ്പാടുള്ളവരാണ് സ്ക്രിപ്റ്റ് റൈറ്ററായാലും ഡയറക്ടറായാലും ക്യാമറാമാനായാലും. അപ്പോൾ അങ്ങനെ ഒരു ടീമിൻ്റെ വർക്കുകൾ നേരത്തെ ചെയ്ത മേഘമായാലും ചെയ്തിട്ടുള്ള ടെലിഫിലിമുകളായാലും എല്ലാം അതൊരു മൂല്യബോധമുള്ള സൃഷ്ടികളായിരുന്നു. അപ്പോൾ ആ ഒരു ടീമിൽ തന്നെ എല്ലാ വർക്കുകളിലും ആ ഒരു മൂല്യബോധം കീപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്വപ്നയോടൊരു കാര്യം ചോദിക്കാം. ഇപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങളെ ഒന്നെങ്കിൽ ഒരുപാട് കരയിക്കണം, ഇല്ലെങ്കിൽ സ്ത്രീകൾ ഒരുപാട് ത്യാഗങ്ങൾ ഇങ്ങനെ സഹിക്കുന്ന ഒരു അവസ്ഥ സീരിയലിൽ കാണിച്ചാൽ ആ സീരിയൽ വിജയിക്കും, അങ്ങനെയൊക്കെയുള്ള വിദ്യാധാരണകളുണ്ടല്ലോ അല്ലേ? കണ്ണീരിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ആ സീരിയൽ കൂടുതൽ വിജയിക്കും എന്നൊക്കെ ഉള്ള ധാരണയുണ്ട്. അപ്പോൾ സ്വപ്നയൊക്കെ സ്വീകരിക്കുമ്പോൾ ഈ സീരിയലിനെ പറ്റിയുള്ള ഒരു മുൻവിധി എന്തായിരുന്നു? അതായത് നമ്മള് സ്വപ്നത്തിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നതെങ്കിലും സിനിമയും സീരിയലും ഒക്കെ കാണുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്തായാലും ഉണ്ടാവും. തീർച്ചയായിട്ടും കരച്ചിലൊക്കെ ഉണ്ടാവുമെന്ന് തന്നെ വിചാരിച്ചാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. പക്ഷേ കഥ കേട്ടപ്പോൾ എന്ന് വെച്ചാല് പറഞ്ഞു, എന്നാലും അതിന്റെ ഞാൻ അഭിനയിച്ച് തുടങ്ങിയപ്പോഴാണ് കഥ ശരിക്കും എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നിയില്ല, എനിക്ക് ഒരുപാട് കരയേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടൊരു ക്യാരക്ടറാണ്. ഒരു നായിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരച്ചില് ഒരു എപ്പിസോഡുകളിൽ കരയാത്തതായിട്ട് ഉണ്ടാവാറില്ല. പക്ഷെ ഞാൻ എപ്പോഴും നമ്മുടെ സ്ത്രീ സങ്കല്പം അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പ്രോഗ്രാമിലെ പ്രേക്ഷകർ വീട്ടമ്മമാരാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് സീരിയലുകളെ പറ്റിയിട്ട് ഒരു സ്യൂഡോ ചിന്താഗതി. അതായത് സീരിയലുകളെ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ജനങ്ങളെ അറിയിക്കുന്നു, സ്ത്രീകൾക്കില്ലാത്ത ദുരിതങ്ങൾ ഉണ്ടെന്ന് പറയുന്നു, അവരെ അധിക്ഷേപിക്കുന്നു, അവർക്ക് ഇത്തരം ദുരിതങ്ങളൊന്നുമില്ല. വെറുതെ ചില വനിതാ സംഘടനകളുടെ നേതാക്കൾ തന്നെ ഇങ്ങനെ വല്ല ചർച്ചകളൊക്കെ ഇതുപോലെ സംസാരിക്കുന്നുണ്ട്. വെറുതെ സീരിയലിലെ കള്ളം പറയുന്നത്.
പക്ഷെ അത് യഥാർത്ഥത്തിൽ സ്ത്രീയുടെയും സമൂഹത്തിൻ്റെയും പ്രശ്നങ്ങളിൽ ഇടപെടാത്ത ആൾക്കാരായിരിക്കും അഭിപ്രായമാണ്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകൻ. ഒരുപക്ഷെ എൻ്റെ സമാജചിന്താഗതിയുള്ള അഡ്വക്കേറ്റ്സ് ഉണ്ടാകും. തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും സ്ത്രീയുടെ ബുദ്ധിമുട്ടുകൾ, സമൂഹത്തിലെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഈ പറഞ്ഞതുപോലെ ചില അവിഹിത ബന്ധങ്ങളെ പറ്റി പറഞ്ഞാൽ ഇതിനേക്കാൾ നമ്മൾ സീരിയലിലോ സിനിമയിലോ ഒന്നും കാണാത്ത തരത്തിലുള്ള, കഥകളിൽ പറയാത്ത തരത്തിലുള്ള ചില ബന്ധങ്ങൾ പോലും ഉണ്ട്. അതൊരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഈ സീരിയല് വെറുതെ കാര്യമൊന്നുമല്ല. ഒരുപക്ഷെ ഒരു പക്ഷേ പലരും പറയുന്നില്ല, അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു തർക്കത്തിൽ അഡ്വക്കേറ്റ്സിൻ്റെ പറയാം, ഒരു രാഷ്ട്രീയ പ്രവർത്തകർ, ഒരു അഡ്വക്കേറ്റ്, അവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നവർ, ഒരു തർക്കം, കോടതിയുടെ മുന്നിൽ എത്തുന്ന ഒരു തർക്കം, അല്ലെങ്കിൽ ഒരു MLA മുമ്പിൽ എത്തുന്ന ഒരു കുടുംബ തർക്കം, ഈ തർക്കത്തിൽ ഇടപെടുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് നമ്മൾ സംസാരിച്ചു വരുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മളെ ഞെട്ടിയും തന്നെ. ഒരിക്കലും സീരിയലിലോ സിനിമയിലോ കാണിക്കാൻ പറ്റാത്ത, കണ്ടിട്ടില്ലാത്തതുമായ അതിനും വലിയ ആഴത്തിലുള്ള ദുഃഖങ്ങളും വേദനകളും അനുഭവിക്കുന്ന ഈ സമൂഹത്തിലുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ വേണ്ടിയാണ് ചില ആൾക്കാർ പറയുന്നത് സീരിയലുകാർ വെറുതെ കരയിക്കണം. അത് കുറച്ച് ഭാഗം പിന്നെ അജിത് പറഞ്ഞ ചില ഭാഗം എടുത്ത് കാണിക്കുന്നു, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു, അപ്പോൾ കുറച്ച് കണ്ണീര് വരുമ്പോഴാണ്. ഈ സീരിയലിൽ നായിക കരയുന്നില്ല, മറ്റു കഥാപാത്രങ്ങൾക്കാണ് ദുഃഖം. നായകൻ കരയുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേക കഥയാണ്. തീർച്ചയായും അത് കാണുമ്പോൾ പ്രേക്ഷകർ അവരുടെ ഫീലിംഗ്സിൽ നിന്നും ക്യാരക്ടേഴ്സ് കരഞ്ഞിട്ടല്ല, ക്യാരക്ടേഴ്സിന്റെ ജീവിതം കണ്ടിട്ട് ഓഡിയൻസിന്റെ കണ്ണു നിറയും. ഇതിനകത്ത് വിട്ടുവരുന്നുണ്ടോ? ഇതിനകത്ത് വളരെ ശക്തമായിട്ട്, ഒരു പക്ഷേ മലയാള സിനിമകളിലൊക്കെ അങ്ങനെ ഒരു ക്യാരക്ടർ കണ്ടിട്ടുള്ളൂ. വളരെ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നത് നമ്മുടെ പഴയ ഈ ഓട്ടോയിലൊക്കെ മെയിൻ ക്യാരക്ടർ രേഖയാണ്, അതായത് ഷിജുവിന്റെ അമ്മയാണ്. ഇവരുടെ ഒരു റിലേഷനാണ് ഈ അമ്മ മകൻ റിലേഷൻ. അത് കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗണേശേട്ടൻ്റെ കാര്യം ഞാൻ നമ്മുടെ അമ്മ എങ്ങനെയായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. മോൻ ചോദിക്കുന്നതാണ്, നിങ്ങളത് രാവിലെ ബ്യൂട്ടി പാർലറിൽ പോകാനല്ലേ, എന്നെ കളിയാക്കുന്നത് ചേച്ചിയാണെന്ന് പറഞ്ഞു എന്ന് പറയുന്ന സ്വാതന്ത്ര്യമുള്ള ആ രീതിയിലുള്ള ഭയങ്കര ഫ്രണ്ട്ലിയാണ്. തലയിലെ നരയിട്ടിട്ടില്ല, അമ്മയാണെന്ന് കാണിക്കാൻ വേണ്ടി നരയിട്ടിട്ടില്ല. മാത്രമല്ല മകൻ എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വേണം, അങ്ങനെ ചോദിക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ്. അത് ഫ്രണ്ട്സ് ആണോ? അത്ര ചെയ്യാൻ പറ്റില്ല. എന്റെ ക്യാരക്ടറിന് വേറെ ഫ്രണ്ട്സ് ഇല്ല, എന്റെ അമ്മ മാത്രം. അങ്ങനെ വളരെയധികം നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ വളരെയധികം ആൾക്കാരുണ്ട്. അതായത് അമ്മയാണല്ല, അമ്മ മാത്രമല്ല അമ്മയാണല്ല. ചോദിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്ന് അറിഞ്ഞത് കൊണ്ട് ഒരിക്കലും അച്ഛനെ പറ്റി ചോദിക്കില്ല, കാരണം അമ്മയ്ക്ക് ഒരു വിഷമം വരുന്നത്. അമ്മയാണ് എന്റെ അടുത്ത് നീ എന്താ പ്രയോഗിക്കാതെ, നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്, പല സിറ്റുവേഷൻ വരുമ്പോൾ ബാക്കിയുള്ള നീ എന്തിനാ ഇങ്ങനെ അമ്മയുടെ അടുത്ത് ചോദിക്കും, ഫ്രണ്ട്സ്, അമ്മയുടെ ഫ്രണ്ട്സ് ചോദിക്കും, ഇങ്ങനെ മകനെ ഇങ്ങനെ കൊണ്ടുനടന്നു കഴിഞ്ഞാൽ അവനാകെ ഒരു സാധാരണ മോനായിട്ട് അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഈ ഡൈവോഴ്സുകളൊക്കെ ഒരുപാട് കൂടി വരുന്ന ഒരു കാലമാണ് ഈ കാലഘട്ടത്തിൽ. ഈ അമ്മയുടെ മകനായി ജീവിക്കുന്ന, അമ്മയ്ക്കും മകനും മകൻ അമ്മയും അല്ലാതെ ആരും ഇല്ലാത്ത ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അവിടെയുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ അമ്മയും മകനും കൂട്ടുകാരും എല്ലാവരും ഒരുപാട്. പക്ഷെ ആ ക്യാരക്ടർ അവർ കേരളത്തിലെ ഒരേ ഒരു കാർഡിയാക് സർജൻ, അങ്ങനെ ഒരു പക്ഷേ ആരുണ്ടാവും, ഒരേ ഒരു ആ ക്യാരക്ടർ. അതെ, പിന്നെ ഇതിന്റെ ഈ ഗണേശേട്ടന് ഒരു പെങ്ങളുണ്ട്, ലോകത്ത് പെങ്ങൾ മാത്രം, പെങ്ങൾക്ക് ഞങ്ങൾ മാത്രം. അതുപോലെ ഷിജുവിന് ഇതെല്ലാം ടോട്ടലി വ്യത്യസ്തമാണ് കൃഷ്ണയുടെ. അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട്. അവർ വിദേശത്ത് പണം സമ്പാദിക്കാനായി പോയിരുന്നു, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കൃഷ്ണയ്ക്ക്. അല്ല, ഈ ശരത്തിന് ചുറ്റും രണ്ട് സുഹൃത്തുക്കളുണ്ട്, പക്ഷേ അവർ ശത്രുക്കളെ പോലെ. അതായത് ഷാജുവും ദിലീപ് ശങ്കറുമാണ് ഈ വേഷം ചെയ്യുന്നത്. അത് ശരത് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അയാളുടെ ജീവിതം കൂടുതൽ നരകതുല്യമാക്കാനായിട്ട് ഇത് സഹായിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഇന്നസെൻസ് കൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല, അങ്ങനെയാണ്. അത് തന്നെ അല്ല, അവര് വളരെ ഓർഡിനറി ആയിട്ടുള്ള മനുഷ്യരാണ്, സാധാരണക്കാരായ ചെറുപ്പക്കാരാണ്. ഇദ്ദേഹം ഈ ശരത്തിന്റെ ക്യാരക്ടർ വളരെ സെൻസിറ്റിവിറ്റി ഉള്ള ഒരു കഥാപാത്രമാണ്. കാരണം ഇദ്ദേഹത്തിന് കുട്ടിക്കാലം മുതൽ തന്നെ ഒരു മാതൃസ്നേഹമോ പിതൃസ്നേഹമോ ഒന്നും കിട്ടിയിട്ടില്ല, ഒരു ഡയറക്ഷൻസ് ഒന്നും ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ വളരെ ഇന്നസെന്റ് ആണ്, ആരും സപ്പോർട്ട് ചെയ്യാനില്ല, ആരുടെ ഒന്നും സംസാരിക്കാനും പറ്റുന്നില്ല. സംസാരിച്ചാൽ തന്നെ ഈ രണ്ട് ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ തന്നെ അവര് കളിയാക്കുവാണ്. അപ്പൊ എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. അവസ്ഥയിൽ ഇങ്ങനെ ഒരു കൂട്ടം ആഗ്രഹിക്കുന്നു, ഞാൻ കുറെ നാളെ പറയാൻ നോക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ ഓരോ ഈ ഫീലിംഗ് എല്ലാം, ഈ ദുഃഖം, സ്നേഹം എല്ലാം പറയുന്നത്. ഞാൻ അനിലിനോട് ചോദ്യം ചെയ്തിട്ടുണ്ട്, ഇത് വർക്ക് ചെയ്യുമ്പോൾ അനിലിന് ഒരു ക്യാമറമാൻ എന്നുള്ള നിലയിൽ ഡയറക്ടറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടെങ്കിലും ഈ സ്ക്രിപ്റ്റ് നിങ്ങൾ വായിച്ചു കേട്ടു, ഈ സിറ്റുവേഷൻസ് നിങ്ങൾ കണ്ടു, എന്തെങ്കിലും ഒരു
പ്രത്യേകമായി പുതുമയോടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ല പ്രധാനമായിട്ട് ഞാൻ കണ്ടതാണ്, ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ക്യാമറമാൻ അല്ലാതെ ഈ സീരിയലിന്റെ ഒരു ഡിസ്കഷൻ സമയത്ത് തന്നെ ഇപ്പൊ സജി ഞാനുള്ള ഡിസ്കഷനിൽ നമ്മളൊരു പ്ലാൻ ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രിവാൻഡ്രത്ത് നമ്മളൊരു 8-10 സീരിയൽസ് നടക്കുന്നുണ്ട്. ഈ സീരിയൽസ് എല്ലാം നടക്കുന്നത് ഏകദേശം ഒരേ വീടുകളാണ്. 8 മണിക്കുള്ള സീരിയൽ 8:30ക്കുള്ള സീരിയൽ നല്ല ഓപ്പൺ ചെയ്യുമ്പോൾ ഈ വീടുകളാണ്. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് അങ്ങനെയുള്ള ലൊക്കേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പൊ തന്നെ ഇപ്പൊ ഈ ഉള്ള ലൊക്കേഷൻസ് തന്നെ നമ്മൾ തന്നെ പോയി ഒരുപാട് ഫ്രെയിംസ് വെച്ചിട്ടുണ്ട്. മാക്സിമം അവിടെ വെച്ച് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പുതിയ ലൊക്കേഷൻസ് കണ്ടെത്താം. ഇനി പുതിയ ഫ്രെയിം ഒന്നും മാക്സിമം ആയി കഴിഞ്ഞു. മാക്സിമം ലൈറ്റിംഗ് ഇവിടുത്തെ സോഴ്സ് എല്ലാം ലൈറ്റിംഗ് മാക്സിമം ആയി കഴിഞ്ഞു. അപ്പൊ അതിലൊരു പുതുമ കണ്ടെത്താൻ ക്യാമറമാന്മാർ പലതരത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞു. മാക്സിമം ആയി കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു വേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 1-2 ലൊക്കേഷൻസ് ഒക്കെ ഒന്ന് മാറ്റി ഈ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ലൊക്കേഷൻസ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ഈ സോങ്ങിനല്ലാതെ ഔട്ട്ഡോറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സോങ്ങിനല്ലാതെ ഔട്ട്ഡോറിന് നമ്മൾ അങ്ങനെ കുറച്ച് ലൈറ്റിംഗിൽ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ടോണോ ലൈറ്റിംഗിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനകത്ത് എല്ലാവരും വളരെ പ്ലസന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന മൂഡല്ല അങ്ങനത്തെ ഒരു ഏകദേശം ഒരു ക്രിയേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സീൻസ് നമുക്ക് ഫോഴ്സ്ഡ് ആയിട്ട് തോന്നത്തില്ല. ഈ ഒരുപാട് സീൻസ് പലതും നമ്മൾ കാണുമ്പോൾ ചിലത് വളരെ ഫോഴ്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും പിന്നീട് കണ്ടു കഴിയുമ്പോൾ. ഇത് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു സംഭവമായി തോന്നിയില്ല. എല്ലാം വളരെ നാച്ചുറൽ ആണ്. ചാലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായോ സോങ്ങിന്റെ ഇടയിലാണ് സംഭവിച്ചത്. ചാലഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഇവിടെ ഇത്രയും ദൂരം ആഗ്രഹിച്ച് മൈസൂർ ചെന്നപ്പോൾ സംഭവിക്കുന്നത് ഞങ്ങൾ ചെന്നിറങ്ങുന്നതിന്റെ അന്ന് ഒന്നുമില്ല. ഷൂട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ എല്ലാവരും വന്ന് റെഡിയായി ഇറങ്ങുമ്പോൾ 12 വർഷങ്ങൾക്ക് ശേഷം ഗുണ്ടൽപേട്ട് കണ്ട ഏറ്റവും വലിയ മഴ എന്ന് പറയുമ്പോൾ എങ്ങനെയിരിക്കും? അത് വലിയ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ പിന്നീട് പറയും. അത് കാരണം ഒരു ഷോ അല്ല. നമ്മളിപ്പോ ഗുണ്ടൽപേട്ട് ഞാൻ ഇതിനു മുമ്പ് ഞാൻ അവിടെ പോയി ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ക്യാമറ എടുത്ത് വെക്കും, മഴ പെയ്യും, ഉടനെ ക്യാമറ അകത്ത് വയ്ക്കും, വീണ്ടും മഴ പെയ്യും, വീണ്ടും അകത്ത് വയ്ക്കും. ഇങ്ങനെ ആയിരുന്നു ഒരു 1-2 ദിവസം. ഒരു മണിക്കൂറിൽ നമുക്ക് കിട്ടുന്ന ഒരു ഷോട്ടായിരുന്നു. ശരിക്കും വേണമെങ്കിൽ അപ്പൊ ഒരു ഡസ്റ്റ് മൂഡ് വരാൻ വീട്ടിൽ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു നേർച്ച ആ ലെവലിലേക്ക് നമ്മൾ എങ്ങനെയും ഒരു കാര്യം വെച്ചാൽ സാധാരണ സോങ് മാത്രം എടുത്തിട്ട് വന്നാൽ പോരാ ഞങ്ങൾക്ക് അവിടെ. ഞാൻ പറഞ്ഞില്ലേ ഈ സോങ്ങിന് ഈ കഥയിൽ പ്രാധാന്യമുണ്ട്. സോങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സീൻസ് കൊടുക്കണം. ആകെ ഞങ്ങൾക്കുള്ള 2 ദിവസവും നിർത്താതെ മഴയാണ്. ഒരു വണ്ടിയുണ്ട്, ആ വണ്ടിക്കകത്ത് കയറിയിരിക്കും, മഴ തോന്നുന്നു കാണുമ്പോൾ ക്യാമറ എടുത്ത് വയ്ക്കും, അങ്ങനെ ഇങ്ങനെ പാട്ടിടുന്നു, സ്വപ്നം ഇങ്ങനെ ഇതാണത്. പക്ഷെ ഇത് കണ്ടവർ അതിന്റെ ഒരു ഫൈനൽ വേർഷൻ എന്ന് പറയുന്നത് ഈ മഴ ഒരു അനുഗ്രഹമായി. കാരണം ഈവൻ ലൈറ്റ് ഇതിന്റെ ഈ വരികൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള മിസ്റ്ററി അങ്ങനെയുള്ള പിന്നെ അതിനകത്തൊരു വരി തന്നെ ഉണ്ട്, മഴത്തുള്ളി എന്ന് പറഞ്ഞ പ്രൊമോ വന്നപ്പോൾ തന്നെ ഞാൻ നല്ലൊരു മഞ്ഞ് പെയ്യുന്ന മനോഹരമായ അത് നന്നായി ഗ്രാഫിക്സ് നമ്മളെ നാഥി സാറിന്റെ ബ്രദറാണ്. എന്താ പേര്? ജോൺ. ഞാനത് അത് വളരെ നന്നായിട്ടുണ്ട്. അത് ജോൺ എനിക്കറിയില്ല മാത്യൂസ് പറയുന്നത്. കാരണം വെച്ചാൽ അതിനെ തുടർന്നുള്ള പാട്ടിന്റെ ഈ ഒരു മൂടുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ തീർത്തു വന്നപ്പോൾ ഭയങ്കര ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ചാണ് ആ മഴ തന്നത്. കാരണം ആ മഴ ഇല്ലെങ്കിൽ അത് ഭയങ്കര ഡ്രൈ പ്ലേസ് ഒക്കെയാണ്. വെയിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ പാട്ട് ഈ വെയിലത്ത് ഷൂട്ട് ചെയ്താൽ പോയി അതിന് കംപ്ലീറ്റ് പോയി. സജി ഈസ് വെരി കൺഫേംഡ്. എല്ലാത്തിനും ഭയങ്കര കൺഫേംഡ് ആയിരുന്നു. സജിക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെ പറ്റി വളരെയധികം എനിക്ക് തോന്നിയാണ്. കാരണം അവിടെ ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് ഒരു മൂവ്മെന്റ് ആ വാക്കിൽ ഇന്ന മൂവ്മെന്റ് വേണമെന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ഫിലിമിൽ ചെയ്യുന്ന കൊറിയോഗ്രാഫർ അത്രയും കറക്റ്റ് ആയിട്ട് ആ പോയിന്റ് പറയുന്നു. പക്ഷെ എനിക്ക് ലായിൽ എനിക്ക് ആ ഇത് കൈ ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ലാ കഴിഞ്ഞിട്ട് വന്നാൽ എന്തെന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നു. പക്ഷെ അത് കട്ട് ചെയ്ത് അത് സോങ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അത് ഞാൻ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആ കറക്റ്റ് ആ മൂവ്മെന്റ് ആണ് അത്. ശരി എന്താ സജി പാട്ടിൽ മാത്രമല്ല അഭിനയിക്കുമ്പോൾ ഞാൻ സജി എനിക്ക് എന്റെ കൊച്ചനിനെ കൊള്ളു. പക്ഷെ ഞാനൊരു വർഷം സീനിയറാണ്. എന്നാലും പോലും ഞാൻ സജീവത്ത് വരുമ്പോൾ ഞാൻ ഒരു സ്റ്റുഡന്റിനെ പോലെ കൊടുക്കും. ചേട്ടാ ഇന്നത് വേണം ഇന്ന സ്ഥലത്ത് ഇവിടെ വരുമ്പോൾ ഇത് പറഞ്ഞിരിക്കണം. സജി വളരെ കോൺഫിഡന്റ് ആണ്. കാരണം സജി വളരെ ചെറുപ്പമാണ്, വളരെ പ്രായം കുറഞ്ഞ സംവിധായകമാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് പലരും പറയാൻ മടി എങ്ങനെ നമ്മളെങ്ങനെ പറയുന്നത്. പക്ഷെ വളരെ സ്നേഹത്തോടെ പറയുന്നില്ല. എനിക്ക് ഇതാണ് പറയുന്നത്. വളരെ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അത് ചെയ്യാൻ ഭയങ്കര രസമാണ്.